ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ശംഖുപുഷ്പത്തിനെ മുളപ്പിച്ചതും അതിൻ്റെ പരിപാലിക്കുന്ന രീതിയും. ശംഖുപുഷ്പത്തിന് നല്ല വിലയുള്ളതായിട്ട് നമ്മൾക്ക് ചെക്ക് ചെയ്താലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെടി നമ്മളെ വീട്ടുമുറ്റത്തും ഉണ്ടാക്കിയെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ശംഖുപുഷ്പം സോപ്പുണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോൾ അതിൽ നിന്നും വിത്ത് 2 ആഴ്ച മുമ്പ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം അത് വിത്ത് മുളച്ചിട്ടുണ്ട്. അതിൽ നിന്നും 2 ചെടി ഞാൻ മാറ്റിയെടുത്തു. ഒരെണ്ണം അവിടെ തന്നെ സെറ്റാക്കി വെച്ചു. ഒന്ന് അവിടെ തന്നെ വളർന്നോട്ട് നമ്മൾക്കിത് പിടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അതിൻ്റെ സന്തോഷത്തിനനുസരിച്ചിട്ട് വളരട്ടെ എന്ന രീതിയിൽ ആ ഒരു ചെടി ഞാൻ അവിടെ നിന്നും മാറ്റാതെ ബാക്കി 2 ചെടി കൊണ്ടുവന്ന് വേറൊരു പാത്രത്തിലേക്ക് വളവും മണ്ണും ഒക്കെ മിക്സാക്കി വെച്ച ഒരു വലിയൊരു പാത്രത്തിലേക്ക് 2 ചെടികളെ നല്ല രീതിയിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇതുപോലെ സോഫ്റ്റായ മണ്ണിൽ പാകിയതിന് ശേഷം വേറെ ചാനലുകളൊക്കെ കാണുന്ന മാതിരി ഞാനും ഒരു കമ്പൊക്കെ കുത്തി ഒന്ന് ടൈറ്റ് ചെയ്ത് കുറച്ച് ഇതൊക്കെ ഇട്ട് ഉറപ്പിച്ച് ഒരു സെറ്റാക്കി എടുക്കാം. അത് വളർന്നു വരുമ്പോൾ എന്ന രീതിയിൽ ഒരു കയറൊക്കെ എടുത്തിട്ട് ഇതിൽ തന്നെ ഇതിൻ്റെ ബാക്കി സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ ഇതൊന്ന് ഫിറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അത് ചെയ്തു. എന്നിട്ട് മുട്ടത്തോടും പഴത്തൊലിയൊക്കെ മിക്സ് ചെയ്ത വെള്ളം ഇതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇവിടെ എനിക്ക് ഒരു ചെറിയൊരു തെറ്റ് പറ്റി. ഞാൻ പഴത്തൊലി ഇട്ടപ്പോൾ നമ്മൾ വളർന്നു വന്ന ചെടീൻ്റെ മുകളിലേക്കാണ് അത് വീണു പോയത്. കൂട്ടത്തിൽ നല്ലൊരു വള്ളിയാവാൻ തുടങ്ങിയ ചെടിയായിരുന്നു. പിന്നെ ഒരു കമ്പൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏതായാലും ആദ്യം ഞാനൊരു ചെടി പറിക്കാതെ വെച്ചത് അതും ഒരു നല്ലൊരു രീതിയിൽ ആദ്യത്തെ വള്ളിച്ചെടിയാവാനുള്ള തയ്യാറെടുപ്പിലുള്ളത് കൊണ്ട് ഒരു സമാധാനം. അതുകൊണ്ട് അതിനെ ഒന്ന് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിനെ ഒരു വൃത്തിയിലാക്കിയിട്ട് വെച്ചിട്ട് ഒരു സമാധാനത്തിന് വേണ്ടി അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇത് നല്ല ആദ്യം വളർന്ന ടൈമിൽ നല്ല സെൻസിറ്റീവ് രീതിയിലാണ് അതിൻ്റെ ഇലകളും തണ്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് മാറ്റി നടുമ്പോൾ നമ്മളതൊന്ന് നല്ല രീതിയിലൊന്ന് കെയർ ചെയ്തിട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പറ്റിയത് നിങ്ങളോട് പറഞ്ഞു തരാണ്. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾക്ക് വള്ളിച്ചെടികളിലാക്കിയിട്ട് ഓരോന്ന് പാത്രത്തിലാക്കിയിട്ട് ഒരു 10 പാത്രങ്ങളിൽ 10 വിത്തിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഭാവിയിൽ നമ്മൾക്ക് നല്ല ഒരു കൃഷി പോലെ ഇത് ചെയ്തെടുത്താൽ നല്ല ഒരു മാർക്കറ്റിംഗ് ഉള്ള ഒരു സംഭവമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഇത് കാണിച്ചു തരുന്നത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പൂവൊക്കെ ആയതിന് ശേഷം ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.